Hi everyone. Today we will be discuss about universal logic is XOR gate and De Morgan's principle. Previous ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻഡ് നോട്ട് ഓർ ഗേറ്റ്സിന്റെ കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. So first one is combination of basic logic gates. The OR and NOT gates are three major basic circuits that make up all digital circuit. അപ്പോൾ ഈ മൂന്ന് ബേസിക് സർക്യൂട്ട് എന്ന് പറയാൻ കാരണം നമ്മൾ പറഞ്ഞു ഈ ഗേറ്റ്സ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ ഡിഫറെന്റ് നമ്മുടെ സർക്യൂട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ആ സർക്യൂട്ട്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ഡിജിറ്റൽ സർക്യൂട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. The interconnected gating network is known as combinational logic gates. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്ഷനെ നമ്മൾ എന്ത് പറയും, കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് എന്ന് പറയും. Then universal logic gate that can be used to construct all other logic gates. യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗേറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സിനെയും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റണം. ഇത്തരത്തിലുള്ള ഗേറ്റ്സിന് നമ്മൾ എന്താ പറയുക, യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്സ്. ഇപ്പോൾ ഓർ ആയാലും ആൻഡ് ആയാലും നോട്ട് ആയാലും ഇതിനൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു ഗേറ്റിൽ നിന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് റിനൗൺ ആയിട്ടുള്ള യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ് ഒന്ന് നാൻഡ് ഗേറ്റും രണ്ടാമത്തത് നോർ ഗേറ്റും. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ ഈസ് നാൻഡ് ലോജിക് ഗേറ്റ്. NAND gate is a combination of AND gate and NOT gate, or is known as complemented AND gate. അതായത് ആൻഡ് ഗേറ്റിനെയും നോട്ട് ഗേറ്റിനെയും നമുക്ക് കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ് നാൻഡ് ഗേറ്റ്. അതുകൊണ്ട് തന്നെ ഇതിനെ കോംപ്ലിമെന്റഡ് ആൻഡ് എന്ന് പറയും. ആൻഡിൽ നിന്ന് ആൻഡ് ചെയ്താൽ കിട്ടുന്ന ഔട്ട്പുട്ടിനെ വീണ്ടും കോംപ്ലിമെന്റ് ചെയ്യാം. റെപ്രസെന്റേഷൻ ഈസ്, ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റിന്റെ റെപ്രസെന്റേഷൻ. ആൻഡും നോട്ടും കൂടെ കൂടിയിട്ടുള്ള ഒരു ഇമേജ് ആണ്. അപ്പോൾ എ ബി എന്നുള്ള രണ്ട് ടു വേരിയബിൾസ് ഇവിടെ വേണം. അപ്പോൾ എ ബി കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഡോട്ട് ബി ഹോൾ ബാർ ആണ് കിട്ടുക. നമുക്ക് പഠിച്ചത് ആൻഡിൽ എ ബി ആയിരുന്നു, എ ഡോട്ട് ബി ആണെങ്കിൽ ഇവിടെ എ ഡോട്ട് ബി ഹോൾ ബാർ ആയിരിക്കും. ഇതെങ്ങനെ വന്നു എന്നുള്ളത്, കൺസിഡർ an AND gate with two variables a and b, then the output is a dot b. Then we can connect a NOT gate, then the output is a dot b all bar, because in a NOT gate the input is a, then the output is a bar, where the input is a dot b, therefore the output is a dot b all bar. The truth table of NAND gate is shown in figure. Input and inputs are a, b. Then we can evaluate a dot b first. A dot b means AND gate. Then a dot b all bar, the second case. So first case a, b are 0. Then a dot b is 0. But a dot b all bar is, the complement of 0 is 1. Second case 1, 0. A dot b is equal to 1 into 0, 0. But complement of 0 is 1. Then 0, 1, then a dot b is 0, then a dot b bar or complement of 0 is 1. Then 1, 1, then a dot b is also 1, then a dot b bar is equal to 0. Okay, this is the truth table corresponding to the NAND gate. Then the universal property of NAND logic gate. എന്തുകൊണ്ടാണ് നാൻഡ് ലോജിക് ഗേറ്റ് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് ആണെന്ന് പറയാൻ കാരണം, അതിനെന്തോ ഒരു യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ഉണ്ട്. Let's check this universal property. NAND is a universal gate because repeated use of this gate to produce AND or AND NOT gate. ഇവിടുത്തെ ആൻഡ് ആമ്പർസാൻഡ് കാരണം നിങ്ങൾ കൺഫ്യൂഷൻ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആൻഡ് നോട്ട് ഗേറ്റ്സ്. ഇപ്പൊ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ റിപ്പീറ്റഡ് യൂസ്, ഒരു നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാം എന്നല്ല, ബട്ട് അതിന്റെ റിപ്പീറ്റഡ് ആയിട്ട് 2 or 3 ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻഡും ഓറും നോട്ടും നമ്മുടെ ബേസിക് ലോജിക് ഗേറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു, നാൻഡ് ഗേറ്റ് ഈസ് എ യൂണിവേഴ്സൽ ലോജിക് ഗേറ്റ്. Then first one, NOT gate implementation using NAND gate.
നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നോട്ട് ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു നാൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നോട്ട് ഗേറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞത് നോട്ട് ഗേറ്റ് ഹാവിംഗ് ഓൺലി വൺ ഇൻപുട്ട്. ബട്ട് നാൻഡ് ഗേറ്റിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് രണ്ട് ഇൻപുട്ട് വേണം. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇൻപുട്ട് നാൻഡ് ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ട് വേരിയബിളും കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരൊറ്റ ഇൻപുട്ട് ആക്കി മാറ്റുകയാണ്. ദാറ്റ് ഈസ് എ. ഒറ്റ ഇൻപുട്ടായി നോട്ട് ഗേറ്റിനെ സംബന്ധിച്ച് ഒരു ഇൻപുട്ട് എ. ബട്ട് നാൻഡ് ഗേറ്റിന്റെ കേസിൽ വരുമ്പോൾ സമയത്ത് രണ്ട് ഇൻപുട്ട് ആയി വരും. അതെങ്ങനെയാണ്, രണ്ട് ഇൻപുട്ടും സെയിം ആയിരിക്കും, എ എ. ഓക്കെ, അപ്പൊ നോട്ട് ഗേറ്റും സാറ്റിസ്ഫൈ ചെയ്തു, നാൻഡ് ഗേറ്റും സാറ്റിസ്ഫൈ ചെയ്തു. ദെൻ നമുക്ക് എന്ത് നോട്ട് ഗേറ്റ് ആയാലും ആൻഡ് ഗേറ്റ് ആയാലും ഏത് ഗേറ്റ് ആയാലും ഔട്ട്പുട്ട് ഒന്നേ ഉണ്ടാവുള്ളൂ, എ ബാർ ആയിരിക്കും അത് ഉണ്ടാവുക. നേരത്തെ പഠിച്ചു, എ ബാർ ആയിരിക്കും. നേരത്തെ എ ഡോട്ട് ബി ഹോൾ ബാർ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക, എ ഡോട്ട് എ ഹോൾ ബാർ ആണ് വരേണ്ടത്. എ ഡോട്ട് എ എന്ന് പറയുന്ന എ അല്ലാണ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ പഠിക്കുമ്പോൾ പഠിക്കും. അപ്പൊ എ ബാർ തന്നെ വരും. ദെൻ ദ ട്രൂത്ത് ടേബിൾ ഈസ് ഇൻപുട്ട് എ എ എന്നാണ് വരിക. അപ്പൊ എ 0 0 ആദ്യം കൊടുക്കുക, 0 അല്ലെങ്കിൽ 1 കൊടുക്കാനായിരിക്കും, രണ്ട് ഇൻപുട്ടും സെയിം ആണ്. അപ്പൊ 0 0 കൊടുക്കുക, എ ഡോട്ട് എ എന്തായിരിക്കും 0, എ ഡോട്ട് എ ബാർ എന്തായിരിക്കും 1 ആയിരിക്കും. ദെൻ 1 കൊടുത്താൽ രണ്ടും 1 ആയിരിക്കും, 1 × 1 1, ദെൻ കോംപ്ലിമെന്റ് 0. ദെൻ ഇത് നമുക്ക് എന്താണ്, നോട്ട് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ആയിട്ട് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നോട്ട് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഇതാണ്. 0 കൊടുക്കുമ്പോൾ 1 കിട്ടണം, 1 കൊടുക്കുമ്പോൾ 0 കിട്ടണം. ദാറ്റ് ഈസ് സിമിലർ. പിന്നെ രണ്ടും ഈക്വൽ ആണ്, രണ്ട് ട്രൂത്ത് ടേബിളും ഈക്വൽ ആണ്. അപ്പൊ എന്താ നമുക്ക് പറയാം, ദിസ് ഈസ് എ നോട്ട് ഗേറ്റ്. അപ്പൊ ഈ ഒരു ഇംപ്ലിമെന്റേഷൻ നമുക്ക് ഒരു നോട്ട് ഗേറ്റിനെ നൽകുന്നുണ്ട്. സോ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നോട്ട് ഗേറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദെൻ സെക്കൻഡ് വൺ, ആൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ യൂസിങ് നാൻഡ് ഗേറ്റ്. ഇനി അടുത്തതാണ് ആൻഡ് ഗേറ്റ്. ഇപ്പൊ ആൻഡ് ഗേറ്റ് യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, രണ്ട് നാൻഡ് ഗേറ്റ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. ചെക്ക് ചെയ്യാം. ആദ്യം ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തു, രണ്ട് വേരിയബിൾസ് എയും വേണം ബിയും വേണം. കാരണം എന്താ, ആൻഡ് ഗേറ്റിനും രണ്ട് വേരിയബിൾസ് വേണം, നാൻഡ് ഗേറ്റിനും രണ്ട് വേരിയബിൾസ് വേണം. രണ്ടോ അതിലധികം പറ്റും. അപ്പോൾ നോട്ട് ഗേറ്റിന്റെ ആ പ്രശ്നം ഇവിടെ വരില്ല. അപ്പൊ എന്താണ്, ഇത് വരുന്ന സമയത്ത് എയും ബിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആൻഡ് ഗേറ്റിന്റെ അവിടെ എന്താ കിട്ടുക, അല്ലെ സോറി, നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് എ ഡോട്ട് ബി ഹോൾ ബാർ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഒരു നാൻഡ് ഗേറ്റും കൂടി യൂസ് ചെയ്യും. ആ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഡോട്ട് ബി ആണ് ഇപ്പോ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട്. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക, എ ഡോട്ട് ബി ബാർ ഓൾ ബാർ. എ ഡോട്ട് ബി ആണ് എ ഡോട്ട് ബി ഓൾ ബാർ ആണ് ഇൻപുട്ട്. അങ്ങനെയാണ് ഒരു ബാറും കൂടി വരും. എ ബാർ ആണ് നമ്മുടെ ഇൻപുട്ട്, ഔട്ട്പുട്ട് വരിക. അപ്പൊ ഒരു ബാർ കൂടി വരും. ദെൻ രണ്ട് ബാർ വരികയാണെങ്കിൽ എ ഡോട്ട് ബി തന്നെയാണ് വരിക. ഇൻവല്യൂഷൻ ലോ ആണ്. ഇത് ബൂളിയൻ എക്സ്പ്രഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ എ ഡോട്ട് ബി ഓൾ ബാർ then all bar is equal to a dot b. അപ്പൊ എക്സ്പ്രഷനലി നമ്മുടെ പിക്ചോറിക്കലി നമ്മൾ അത് പ്രൂവ് ചെയ്തു. ഇനി ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ച് നമ്മൾ ഒന്ന് പ്രൂവ് ചെയ്യാം. എ ബി, ദെൻ ഫസ്റ്റ് എ ഡോട്ട് ബി ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യണം, പിന്നെ എ ഡോട്ട് ബി ഓൾ ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ. ദെൻ ഫസ്റ്റ് കേസ് എന്താണ്, 0 0. എ ഡോട്ട് ബി എന്ന് പറയുന്നത് 0. പക്ഷെ നമുക്ക് എന്താ വേണ്ടി, എ ഡോട്ട് ബി ബാർ ആണ് വേണ്ടത്. അപ്പൊ 0ൻ്റെത് 1. ദെൻ അതിന്റെ വീണ്ടും അതിനെ കോംപ്ലിമെന്റ് എടുക്കുകയാണെങ്കിൽ 0. ഇതുപോലെ തന്നെ അടുത്ത് 1 × 0, എ ഡോട്ട് ബി 0, 0ന്റെ കോംപ്ലിമെന്റ് 1, 1ന്റെ കോംപ്ലിമെന്റ് 0. ദെൻ 1 × 0 0, 0ന്റെ കോംപ്ലിമെന്റ് 1, 1ന്റെ കോംപ്ലിമെന്റ് 0. ദെൻ അടുത്ത് എന്തായിരിക്കും, 1 × 1, എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ 1 എന്നാണ് വരിക. 1ന്റെ കോംപ്ലിമെന്റ് 0, 0ന്റെ കോംപ്ലിമെന്റ് 1. ഇനി ഇത് എന്തിനോട് ഈക്വലന്റ് ആണെന്ന് നോക്കണം, ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളുമായിട്ട് ഈക്വൽ ആണെന്ന് നോക്കണം. അപ്പോൾ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ട്രൂത്ത് ടേബിൾസും ഇക്വലന്റ് ആണ്, സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഈക്വലന്റ് ടു ആൻഡ് ഗേറ്റ്. ദിസ് ഇംപ്ലിമെന്റേഷൻ ഇസ് ഈക്വലന്റ് ടു ആൻഡ് ഗേറ്റ്. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ സ്റ്റേറ്റ്മെന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്, നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരം. ദെൻ തേർഡ് വൺ, ഓർ ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ യൂസിങ് നാൻഡ് ഗേറ്റ്. ഇനി അടുത്ത മൂന്നാമത്തെ ബേസിക് ഗേറ്റ് ആയിരുന്നു ഇത്, ഓർ ഗേറ്റ്. ഇനി ഓർ ഗേറ്റ് നമുക്ക് എങ്ങനെ നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നോട്ട് ഗേറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞത് ഒന്നായിരുന്നു. ആൻഡ് ഗേറ്റ് എത്തുന്ന സമയത്ത് രണ്ട് നാൻഡ് ഗേറ്റ് ആയി.
ദെൻ ഓർ ഗേറ്റ് എത്തുമ്പോൾ 3 നാൻഡ് ഗേറ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 നാൻഡ് ഗേറ്റ് യൂസ് ചെയ്തു. എ എന്നുള്ള വേരിയബിൾ കൊടുത്തപ്പോൾ എ ബാർ കിട്ടി, ബി എന്നുള്ള വേരിയബിൾ കൊടുത്തപ്പോൾ ബി ബാറും കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിട്ട് ഒരു നാൻഡ് ഗേറ്റും കൂടെ കൊടുക്കുക. അപ്പൊ എന്താ വരിക നോക്കാം. ഇപ്പൊ എന്തായിരിക്കും വരിക, അപ്പൊ ഈ ഒരു നാൻഡ് ഗേറ്റിനെ സംബന്ധിച്ച് എ ബാർ എന്നുള്ള ഒരു ഇൻപുട്ടും ബി ബാർ എന്നുള്ള ഒരു ഇൻപുട്ടും. അപ്പൊ എന്തായിരിക്കും വരിക, എ ബാർ ഡോട്ട് ബി ബാർ ഹോൾ ബാർ അല്ലെ. അത് എഴുതി നോക്കുക, അപ്പോഴേ കുറച്ച് ക്ലിയർ ആവുകയുള്ളൂ. അപ്പൊ എന്ത് വരും, എ ബാർ ഡോട്ട് ബി ബാർ ഹോൾ ബാർ വിച്ച് ഈസ് ഈക്വൽ എന്ത് ചെയ്യാം, ഇത് ഡിമോർഗൻസ് തിയറം വെച്ചിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. അത് നമ്മൾ ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഈ ക്ലാസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി കൺഫ്യൂഷൻ മാറിക്കിട്ടും. അപ്പോൾ എ ഡോട്ട് ബാറിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദെൻ എ ബാർ ഹോൾ ബാർ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻവല്യൂഷൻ ലോ ആണ്. അത് എന്തായിരിക്കും വരിക, 2 ബാർ ഒരു വേരിയബിളിന്റെ മുകളിൽ 2 ബാർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതേ വേരിയബിൾ തന്നെയാണ് വരിക. അപ്പൊ എന്താ എ പ്ലസ് ബി ആണ് വരിക. ഇനി നമ്മുടെ ട്രൂത്ത് ടേബിൾ ഓഫ് ഓർ ഗേറ്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. അത് ഈക്വലന്റ് ടു ഈ ട്രൂത്ത് ടേബിൾ ആണോ എന്ന് നോക്കുക. ദെൻ നമുക്ക് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ടു ബി എ ഓർ ഗേറ്റ്. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പൊ അതിനെ കറസ്പോണ്ടിങ് ട്രൂത്ത് ടേബിൾ നിങ്ങൾ വരച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ നോർ ലോജിക് ഗേറ്റ്. നോർ ലോജിക് ഗേറ്റ് എന്തായിരിക്കും, അപ്പം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നാൻഡ് ഗേറ്റിനെ പോലെ തന്നെ സിമിലർ ആണ്, ചെറിയ ഡിഫറൻസേ വരുള്ളൂ. നമുക്ക് സ്പീഡ് പോകാവുന്നതാണ്. കോംപ്ലിമെന്റഡ് ഓർ എന്ന് പറയുന്നു. റെപ്രസെന്റേഷൻ നോക്കുക, റെപ്രസെന്റേഷനിലാണ് ചേഞ്ച് ഉള്ളത്. ഒരു ഓർ ഗേറ്റും ഒരു നോട്ട് ഗേറ്റും കമ്പൈൻ ചെയ്തതായിരിക്കും. അപ്പൊ എന്തായിരിക്കും ഒരു എക്സ് ഈക്വൽ എ പ്ലസ് ബി ഹോൾ ബാർ ആയിരിക്കും. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോജിക്കൽ അഡീഷൻ ആണ്. ദെൻ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റേഷൻ ആണ്. അപ്പൊ അതെങ്ങനെ വന്നത് നോക്കാം. ആദ്യം ഓർ ഗേറ്റ് വെച്ചു, അപ്പൊ എ പ്ലസ് ബി കിട്ടും നമുക്ക്. പിന്നെ ഒരു നോട്ട് ഗേറ്റ് വെച്ചു, അപ്പൊ എന്താ എ പ്ലസ് ബി ഹോൾ ബാർ. ഇത് കഴിഞ്ഞ ക്ലാസ് നല്ല രീതിയിൽ പഠിച്ചവർക്ക് ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ദെൻ അതിന്റെ ട്രൂത്ത് ടേബിൾ അനാലിസിസ് ആണ്. എന്തായിരിക്കും, എയും ബിയും നമുക്ക് പോസിബിൾ ആയിട്ടുള്ള 0 0 1 0 0 1 1 1 ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം എ പ്ലസ് ബി ഫൈൻഡ് ഔട്ട് ചെയ്യണം. പിന്നെ എന്താകണം, എ പ്ലസ് ബി ഹോൾ ബാർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദെൻ എ പ്ലസ് ബി എന്തായിരിക്കും വരിക, 0 പ്ലസ് 0 0. അതിന്റെ ബാർ വരുമ്പോൾ എന്തായിരിക്കും വരിക, 1. Then 1 plus 0 1. 1ന്റെ കോംപ്ലിമെന്റേഷൻ 0. 0 plus 1 അതിന്റെ കോംപ്ലിമെന്റ് 0. 1 plus 1 1 അതിന്റെ കോംപ്ലിമെന്റ് 0. ഓക്കെ, ഇതാണ് അതിന്റെ ട്രൂത്ത് ടേബിൾ കറസ്പോണ്ടിങ് ടു നോർ ലോജിക് ഗേറ്റ്. ഇനി എന്ത് ചെയ്യണം, ടു ചെക്ക് യൂണിവേഴ്സൽ പ്രോപ്പർട്ടി ഓഫ് നോർ ലോജിക് ഗേറ്റ്. എന്തായിരിക്കും, അതേ സെന്റൻസിനാണ്, നോർ ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ് ബിക്കോസ് repeated use of this gate to produce and or and not gates. Then first one, not gate implementation using NOR gate similar to NAND gate എന്നാണ്, ഒരൊറ്റ NOR gate ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും, എ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്തിനാണ് ഞാൻ സെറ്റപ്പ് പറഞ്ഞിരുന്നു, ഇൻപുട്ടിൽ സെറ്റപ്പ് ചെയ്തത്. ദെൻ എ ബാർ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടും. ദെൻ എ 0 0 1 1 ഒക്കെ കൊടുക്കുമ്പോൾ ഇവിടെ എന്താണ്, എ ഡോട്ട് എ ആയിരുന്നു നേരത്തെ കണ്ടതെങ്കിൽ ഇവിടെ എ പ്ലസ് എ ആണ് കാണുക. അപ്പോൾ എ പ്ലസ് എ ബാറും. ഇപ്പൊ 0യും നേരത്തെ അതേ കറസ്പോണ്ടിങ് ആണ് കിട്ടുക. നമ്മുടെ നോട്ട് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും സിമിലർ ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നേരത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. റിപ്പീറ്റഡ് കാര്യങ്ങളാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം. എ പ്ലസ് ബിയും നേരത്തെ എ ഡോട്ട് ബി, ആ ഒരു ചേഞ്ച് ഇവിടെ ഉണ്ടാവുള്ളൂ. ദെൻ വേർ ഇൻപുട്ട് ഓഫ് ദി നോർ ഈസ് ജോയിൻ ടുഗദർ therefore the inputs are same. അതെന്തിനാണ് ഞാൻ നേരത്തെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു. സോ വി ഗെറ്റ് എ നോട്ട് ഗേറ്റ്. Then second implementation, OR gate implementation using NOR gate. അപ്പൊ നോട്ട് ഗേറ്റിന് ഒരു നാൻഡ് ഗേറ്റ് മതി. അപ്പൊ ഓർ ഗേറ്റിന് എത്ര എണ്ണം വേണ്ടി വരും, 2 നോർ ഗേറ്റ് വേണ്ടി വരും. നേരത്തെ ഓർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 നാൻഡ് ഗേറ്റ് ആണ് യൂസ് ചെയ്തതെങ്കിൽ ഓർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നോർ ഗേറ്റ് മതി. ആദ്യത്തെ ഒരു ഓർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എയും ബിയും 2 വേരിയബിൾസ് കൊടുത്തു. ദെൻ എ പ്ലസ് ബി ഹോൾ ബാർ എന്ന് കിട്ടും. നമുക്ക് അതല്ല വേണ്ടത്, എന്താ വേണ്ടത്, എ പ്ലസ് ബി ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എന്താ കാണാം, ഒരു നോർ ലോജിക് കൂടെ കൊടുക്കാം. ലോജിക് ഗേറ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും, ഈ രണ്ടാമത്തെ നോർ ഗേറ്റിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഇവിടെ എ പ്ലസ് ബി ബാർ ആണ്, ഹോൾ ബാർ ആണ്. അപ്പൊ അത് പുറത്തെ പോകുമ്പോൾ എന്ത് ചെയ്യും, എ പ്ലസ് ബി ഹോൾ ബാർ പിന്നെ ഒരു ബാർ വരും അല്ലേ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻവല്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ബാർ വന്നിട്ടുണ്ടെങ്കിൽ അതേ വേരിയബിൾ ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും, ട്രൂത്ത് ടേബിൾ അനാലിസിസ് ആണ്.
എ ബി, അതുപോലെ എ പ്ലസ് ബി ഹോൾ ബാർ വേണം, എ പ്ലസ് ബി ഹോൾ ബാർ ഇൻറ്റു ഹോൾ ബാർ. ഓക്കെ, ദെൻ 0 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ബി എന്താ വരിക? 0 തന്നെ അല്ലേ? 0 പ്ലസ് 0 0. ബട്ട് നമുക്ക് വേണ്ട എ പ്ലസ് ബി ബാർ ആണ് 1. ദെൻ അതിന്റെ കോംപ്ലിമെന്റ് 0. ദെൻ അടുത്ത സിമിലർ ടു ഇതുപോലെ തന്നെ വരും. 0 ആണെങ്കിൽ 1 വരും. ദെൻ 0 പ്ലസ് 1 1 ആണ്. 1ന്റെ കോംപ്ലിമെന്റ് 0 അല്ലേ? ദെൻ 0ന്റെ കോംപ്ലിമെന്റ് 1 1 വരുമ്പോൾ 1 പ്ലസ് 1 1 ആണ്. അതിന്റെ കോംപ്ലിമെന്റ് 0. ദെൻ വീണ്ടും അതിന്റെ കോംപ്ലിമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 1 വരും. ദെൻ നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്, ഇത് ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളുമായിട്ട് ഇക്വലന്റ് ആണോ എന്നാണ്. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഓഫ് ഓർ ഗേറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് രണ്ടും സിമിലർ ആണ്. Therefore, this is like to be a OR gate. ഓക്കെ അല്ലേ? നേരത്തെ അതേ കാര്യങ്ങളാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. അടുത്തത് ആൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റേഷൻ യൂസിങ് നോർ ഗേറ്റ്. മൂന്നാമത്തതാണ് ആൻഡ് ഗേറ്റ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാവും ആൻഡ് ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ 3 നോർ ഗേറ്റ് ആവശ്യമായി വരും. ഫസ്റ്റ് നോർ ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എ എന്താവും? എ ബാർ ആയി. രണ്ടാമത്തെ നേരത്തെ പോലെ തന്നെ ബി ചെയ്യുമ്പോൾ ബി ബാർ ആവും. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ടാകാം, പുതിയൊരു നോർ ഗേറ്റിലേക്ക് കൊടുക്കുക. അപ്പൊ എന്ത് വരും? അപ്പൊ എന്തായിരിക്കും വരിക? യെസ്, എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ. എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ വിച്ച് ഈസ് ഈക്വൽ ടു ഡി മോർഗൻസ് തിയറം ആണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എ ബാർ ഓൾ ബാർ ഡോട്ട് ബി ബാർ ഓൾ ബാർ ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി. ഇത് ഇൻവല്യൂഷൻ ആണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യാം. അപ്പൊ എ ഡോട്ട് ബി എന്നായി മാറും. ദെൻ ട്രൂത്ത് ടേബിൾ ആണ് ഇനി നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന ഒരു കോളം വേണ്ടി വരും, ബിക്ക് ഒരു കോളം വേണ്ടി വരും, എ ബാർ ഒരു കോളം, ബി ബാർ ഒരു കോളം, ദെൻ എ ബാർ പ്ലസ് ബി ബാർ ഒരു കോളം, ദെൻ എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ ഒരു കോളം. എന്നിട്ട് ഈ ഒരു ടേമും ഇതിലുള്ള ഔട്ട്പുട്ടും സിമിലർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ദെൻ അത് രണ്ടും ഇക്വലന്റ് ആണെങ്കിൽ നമുക്കറിയാം ഇറ്റ് ഈസ് ലൈക്ക് ടു ബി ആൻഡ് ഗേറ്റ്. രണ്ട് രീതിയിൽ നമ്മൾ പ്രൂവ് ചെയ്യുക എന്നുള്ളത് ആണ് അതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇത് എന്തായാലും എല്ലാവരും വരയ്ക്കണം. ഞാൻ ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഇതും എക്സ്പ്ലനേഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡി മോർഗൻസ് തിയറം ആണ്. ഇമ്പോർട്ടന്റ് തിയറം ആണ്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത എക്സ്പ്രഷനൊക്കെ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് തിയറം, 2 വേരിയബിൾസ് നോഡ് together is equal to 2 variables inverted and ANDed. അപ്പൊ നമുക്ക് അത് നിങ്ങൾക്ക് എക്സ്പ്രഷൻ ആക്കി ചെയ്യുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. നോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ പ്ലസ് ബി ഹോൾ ബാർ ആയിരുന്നു. നേരത്തെ പറഞ്ഞ കൃത്യമായി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എ പ്ലസ് ബി ഹോൾ ബാർ ആണ് നോഡ്. 2 വേരിയബിൾ നോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ എന്താണ്? 2 വേരിയബിൾ ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബാർ. അതുപോലെ രണ്ടാമത്തെ ഇൻവേർട്ടഡ് എന്ന് പറഞ്ഞാൽ ബി ബാർ. ആൻഡ് ആൻഡഡ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ എ ബാർ ഡോട്ട് ബി ബാർ ഇത് രണ്ടും ഇക്വലന്റ് ആയിരിക്കും. ദെൻ തിയറം 2 എന്തായിരിക്കും? 2 വേരിയബിൾസ് നാൻഡഡ്. നേരത്തെ നോഡ് ആയിരുന്നെങ്കിൽ ഇത് നാൻഡഡ് ടുഗദർ ഈസ് ഈക്വൽ ടു 2 വേരിയബിൾസ് ഇൻവേർട്ടഡ് ആൻഡ് ഓർഡ്. ഇപ്പൊ രണ്ടും സിമിലർ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിലും രണ്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇതാണെങ്കിൽ നാൻഡിന്റെ എന്തായിരുന്നു? എ ഡോട്ട് ബി ഓൾ ബാർ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചറിയ മനസ്സിലാവും. എ ഡോട്ട് ബി ബാർ ആണ് നാൻഡിന്റെ. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻവേർട്ടഡ്. 2 വേരിയബിൾസ് ഇൻവേർട്ടഡ്. അപ്പൊ എ ബാർ ബി ബാർ. ഓർ എന്ന് പറയുമ്പോൾ ലോജിക്കൽ അഡീഷൻ പ്ലസ് എ ബാർ പ്ലസ് ബി ബാർ. അതിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയിട്ട് ഇവിടെ എഴുതിയത് മാത്രം. ഓക്കെ അല്ലേ? നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ഇവിടെ കണ്ടോ, എ പ്ലസ് ബി പ്ലസ് സി ഓൾ ബാർ. അപ്പൊ ഇത് നമ്മൾ ഡി മോർഗൻസ് തിയറം വെച്ചിട്ട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഡി മോർഗൻസ് തിയറം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഡി മോർഗൻസ് തിയറം ആണ് അറിയുന്നത്, തിയറം 1ഉം തിയറം 2. അപ്പൊ ഇവിടെ എന്താണ്? എ പ്ലസ് ബി. ഇവിടെ 2 വേരിയബിൾസ് ആണെങ്കിലും അത് എത്ര വേരിയബിൾസ് വന്നാലും ഇതേപോലെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി അത് ഇതിൽ ഏത് തിയറം ആയിട്ടാണ് സിമിലർ ആയിട്ടുള്ളത്? യെസ്, ഫസ്റ്റ് തിയറം എ പ്ലസ് ബി ഹോൾ ബാർ ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ. പക്ഷെ ഇവിടെ എന്തുണ്ട്? എ പ്ലസ് ബി പ്ലസ് സി ഉണ്ട്. അപ്പൊ എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ ഡോട്ട് സി ബാർ. ഓക്കെ, സിമ്പിൾ ആണ്. ഇനി ഒരു പ്ലസ് ഡിയും കൂടി ഈ കോംപ്ലിമെന്റിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലോ
ഡോട്ട് ഡി ബാർ എന്നും കൂടെ വരും. ഓക്കെ, അങ്ങനെ അത് കണക്ട് ചെയ്ത് പോവാണ്. അടുത്ത നോക്കുക, എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ. അതും സിമിലർ ടു ഫസ്റ്റ് തിയറം ആണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം ആദ്യം, അതെന്താണ്, എ ബാർ ഡോട്ട് ബി ബാർ ആണ്. ബട്ട് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എ ബാർ ആണ്. ഓക്കെ, എ ബാർ ആണ് ഇവിടുത്തെ എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് ആരായിരിക്കും, അപ്പം ബി ബാർ ആണ്. അങ്ങനെയാണ് എടുക്കേണ്ടത്. മൊത്തം ഒരു ബാർ ഉണ്ട് കോംപ്ലിമെന്റ്, അതുമായിട്ടാണ് ഇക്വേഷൻ കമ്പയർ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ താഴത്തുള്ളതൊക്കെ എന്താണ്, എയും ബിയും ആയിരിക്കും. അപ്പൊ എ ഈസ് ഈക്വലൻ ടു എ ബാർ ആൻഡ് ബി ഈസ് ഈക്വലൻ ടു ബി ബാർ. അപ്പൊ നമുക്ക് എങ്ങനെ ഇതാം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് പിന്നെ എ ബാർ ആണ് വരിക. എ ബാർ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ എ ബാർ ആണ്. ദെൻ ഒരു ബാർ കൂടെ ഉണ്ട്, എ ബാർ എന്നാണ്. അപ്പൊ എക്ക് തന്നെ ഒരു എ ബാർ ഉണ്ട്. ദെൻ ഓൾ ബാർ ഡോട്ട് ബി ബാർ ഓൾ ബാർ ഇസ് ഈക്വൽ ടു ഇൻവല്യൂഷൻ തിയറി അപ്ലൈ ചെയ്യാം. എ ബാർ ഓൾ ബാർ ഞാൻ പറഞ്ഞു, ഏതിന്റെ മുകളിലും 2 ബാർ ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും. അതെന്താവും, എ ഡോട്ട് ബി ആവും. ഓക്കെ, ഇതായിരുന്നു നമ്മൾ നേരത്തെ തിയറിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, ഏതൊരു ഇംപ്ലിമെന്റേഷനിൽ. ഓക്കെ, അടുത്ത നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ, എ ബാർ ഡോട്ട് ബി ബാർ ഓൾ ബാർ. ദിസ് is similar to second theorem where A is equal to A bar and B is equal to B bar. അപ്പൊ എന്താ വരിക, A bar all bar plus B bar all bar equal to A plus B. നേരത്തെ പോലെ തന്നെയാണ്, ബട്ട് സെക്കൻഡ് തിയർ ആണ്. ഇത് രണ്ടും മാറിപ്പോയരുത്. കുറെ നമ്മൾ എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് വൺ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആണ്, എക്സ് ഓർ എന്ന് പറയും. ദെൻ എക്സ് ഓർ ഗേറ്റ് ഈസ് ഒബ്റ്റൈൻ ഫ്രം ഓർ ആൻഡ് നോട്ട് ഗേറ്റ്. ഇത് മൂന്നെണ്ണം കൂടെ വെച്ച് ഒബ്റ്റൈൻ ചെയ്യുന്ന കിട്ടുന്ന ഒരു സംഭവമാണ് എക്സ് ഓർ ഗേറ്റ്. Then XOR gate produces an output of 1 when odd number of 1 in the input. ഇൻപുട്ടിൽ ഓഡ് നമ്പർ ഓഫ് 1 വരുന്ന കേസിൽ മാത്രമേ ഉള്ളൂ ഔട്ട്പുട്ടിൽ 1 വരുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ 1 1 വരുമ്പോഴും 0 ആയിരിക്കും, 0 0 വരുമ്പോഴും 0 ആയിരിക്കും എന്നർത്ഥം. ദെൻ അതിന്റെ സിമ്പിൾ ആണ്, ഒരു ഓർ ഗേറ്റ് ഉണ്ട്, ഓർ ഗേറ്റിന്റെ അപ്പുറത്ത് ഒരു ആർക്ക് മാതിരിയുള്ള ഇതുണ്ട്, മാറിപ്പോയത് എ ബി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ്പ്രഷൻ എ എക്സ് ഓർ ബി, എക്സ് ഓറിന്റെ സിമ്പിൾ ആണിത്, ഒരു റൗണ്ടിൽ ഒരു പ്ലസ് ഇട്ടത്, എ എക്സ് ഓർ ബി ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബി ബാർ. ഒരു എസ് ഒ പി എക്സ്പ്രഷൻ വെച്ചിട്ട് എഴുതിയതാണ്, അതിലേക്കും ഡീറ്റെയിൽ പഠിക്കേണ്ടതില്ല, ഇത് ജസ്റ്റ് ഓർത്ത് വെക്കാം, എ ബാർ ബി പ്ലസ് എ ബി ബാർ. ദെൻ അതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കുക, എ ബി 0 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്തായിരിക്കും, അപ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഏതെങ്കിലും ഓഡ് നമ്പർ ഓഫ് 1 വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. ഓഡ് നമ്പർ ഓഫ് 1 1 0, ഇൻപുട്ടിൽ ഓഡ് നമ്പർ ഓഫ് 1 വന്നു, അപ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 0 1 ഓഡ് നമ്പർ ഓഫ് 1 വന്നു, അപ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ദെൻ 1 1 ഇത് ഈവൻ നമ്പർ ഓഫ് 1 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവിടെ 1 തന്നെ ഇല്ല, അപ്പോൾ എന്തായിരിക്കും, അപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ദെൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് XOR ഗേറ്റ് യൂസിങ് ആൻഡ് ഓർ നോട്ട് ഗേറ്റ്സ്. ഇനി ആൻഡ് ഓർ നോട്ട് ഗേറ്റ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ XOR ഗേറ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം നോക്കാം. ഞാൻ ഒരു നോട്ട് ഗേറ്റ് യൂസ് ചെയ്തു, എ എന്നുള്ള വേരിയബിൾ കൊടുത്തു, അപ്പൊ എന്ത് കിട്ടും, എനിക്ക് എ ബാർ കിട്ടി. എനിക്ക് വേണ്ടത് എന്താണ്, എ ബാർ ബി പ്ലസ് ബി എ ബാർ, സോറി എ ബാർ ബി പ്ലസ് എ ബി ബാർ അല്ലെ, മറ്റേ എക്സോപി എക്സ്പ്രഷൻ. ദെൻ ഒരു എ ബാർ കിട്ടി, ഇനി എന്ത് വേണം, ബി ബാറിന് ഉള്ള ഒരു, അപ്പൊ ഒരു ഓർ ഉപയോഗിച്ചു. ദെൻ ഒരു ബി ബാർ കിട്ടി. ഇനി എന്താകണം, ഈ മുകളിലുള്ള എക്സ്പ്രഷനിൽ എ ബാർ ബി ആണ് കിട്ടേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ ബീനെ ഇവിടുന്ന് കണക്ട് ചെയ്തു, അപ്പൊ എന്ത് കിട്ടും, ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് യൂസ് ചെയ്തു. ആൻഡ് ഗേറ്റ് യൂസ് ചെയ്ത് എന്ത് കിട്ടാനാണ്, എ ബാർ ബി കിട്ടാനാണ്. ദെൻ താഴത്ത് എന്ത് കിട്ടണം, എ ബി ബാർ, ഇവിടെ ഒരു ബി ബാർ ഉണ്ട്, എനും കൂടെ കണക്ട് ചെയ്താൽ എ ബി ബാർ. ഇനി ഇത് രണ്ടും കൂടെ എന്താണ്, ആഡ് ചെയ്യണം. ആഡ് ചെയ്യണമെങ്കിൽ ഏത് യൂസ് ചെയ്യണം, ഓർ ഗേറ്റ് യൂസ് ചെയ്യണം. ഒരു ഓർ ഗേറ്റ് യൂസ് ചെയ്തു, എന്ത് കിട്ടും, എ ബാർ ബി പ്ലസ് എ ബി ബാർ വിച്ച് ഈസ് ഈക്വൽ ടു എ എക്സ് ഓർ ബി. ഇതാണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് XOR ഗേറ്റ് യൂസിങ് ആൻഡ് ഓർ നോട്ട് ഗേറ്റ്. അതിന്റെ ട്രൂത്ത് ടേബിൾ ആണ്, നോക്കാം. എ 0 കൊടുത്തു, ബി 0 കൊടുത്തു, അപ്പൊ എ ബാർ 1 ആയിരിക്കും, ബി ബാർ 1 ആയിരിക്കും, എ ബാർ ബി എന്തായിരിക്കും, അപ്പം എ ബാർ ബി 0 × 1 0, എ ബി ബാർ 1 ആണ്, എ 0 ആണ്, അപ്പോൾ 0. രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്തായിരിക്കും, 0. അടുത്തത് നോക്കാം, 1 വന്നു, 1 എ 1 ബി 0, എ ബാർ എന്തായിരിക്കും, അപ്പൊ 1ന്റെ കോംപ്ലിമെന്റ് 0, ബി ബാർ എന്ന് പറയുമ്പോൾ 0ന്റെ കോംപ്ലിമെന്റ് 1.
then a bar b എന്തായിരിക്കും? a bar എന്ന് പറയുന്നത് 0 ആണ്, b എന്ന് പറയുന്നത് 0 ആണ്, 0 into 0 0. a b bar, b bar എന്താണ്? 1, a എന്താണ്? 1, അപ്പോൾ 1. then രണ്ടുകൂടെ പ്ലസ് ചെയ്താൽ 0 plus 1 1. അടുത്തതും സിമിലർലി അടുത്ത സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്, നിങ്ങൾ ചെക്ക് ചെയ്തു. ലാസ്റ്റിൻ്റെത് 1 ആണ് വരിക. അപ്പൊ എന്തായാലും a bar 0 ആവും, b bar 0 ആവും, a bar b എപ്പോഴും 0, a b bar 0, ലാസ്റ്റ് 0. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്തായി XOR ഗേറ്റ് ട്രൂത്ത് ടേബിൾ ഇങ്ങനെയാണ് നമ്മൾ അറൈവ് ചെയ്തെടുക്കുന്നത്. അതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് യൂസിങ് 3 ബേസിക് ലോജിക് ഗേറ്റ്സ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്.